ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബീട്രൂട്ട് ഉപയോഗിച്ചിട്ട് ഒരു ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഈ ഒരു ഓയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ശരീരം മുഴുവനും നിറം വെക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഓയിലാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഓയിലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്യാരറ്റ്, ബീട്രൂട്ട്, ഓറഞ്ച് ഇതിനെ കൊണ്ടെല്ലാം നമ്മൾ ഓയിൽ തയ്യാറാക്കാറുണ്ട്. ഇത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും തേച്ചാൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഓയിൽസാണ് ഇത് മൂന്നെന്ന് പറയുന്നത്. ഇത് നമ്മൾ പല രീതിയിലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എന്നാലും നല്ല റിസൾട്ട് കിട്ടുന്നതുമായ രീതിയിലാണ് ഇപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് ഈ ഒരു ഓയിൽ തയ്യാറാക്കി കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഓയിൽ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ബീട്രൂട്ട് എടുക്കുക. ഞാനിപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഏകദേശം ഒരു 10-15 ദിവസത്തോളം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതുണ്ടാവും. അതായത് നമ്മൾ മുഖത്ത് മാത്രമാണ് തേക്കുന്നതെങ്കിൽ അത്രയും ദിവസം ഉണ്ടാവും. പിന്നെ ഫുൾ ബോഡി തേക്കുകയാണെങ്കിൽ അത്രയും ദിവസം എത്തൂല കേട്ടോ. അപ്പം ഞാൻ 2 വലിയ ബീട്രൂട്ട് തൊലിയെല്ലാം കളഞ്ഞ് വളരെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ചെറിയ പീസസായി കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ചെറുകിയെടുക്കാം. ഇതിൻ്റെ നീര് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചെറുകിയെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു സ്ക്രാപ്പർ എല്ലാവരുടെ അടുത്ത് ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെറിയ പീസസായി കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ചതക്കുന്ന മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ, അതിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുത്താൽ നമുക്കിതിൻ്റെ നീര് നല്ല സുഖമായിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ നീര് എന്ന് പറയുന്നത് ഇത് നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാൻ പാടില്ല. ബീട്രൂട്ടിൻ്റെ ആ ഒരു ഇതിൽ തന്നെ നമ്മൾ അടിഞ്ഞ് കിട്ടണം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. അങ്ങനെ ചേർത്തിട്ട് അടിക്കരുത്. അപ്പോൾ ഞാൻ ഒരു ബാച്ച് ഫസ്റ്റ് ഒന്ന് അടിച്ചു കൊണ്ടുവന്നിട്ട് അടുത്തതും കൂടി ചെയ്യാം. ഫുൾ ഇട്ടാൽ അടിഞ്ഞ് കിട്ടൂല മര്യാദയ്ക്ക്. അപ്പോൾ ഞാൻ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പം ഞാനിതാ അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ അടിച്ചെടുത്ത് കൊണ്ടുവന്നതിന് ശേഷം നമുക്കിതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതും കൂടിയും ഇതുപോലെ തന്നെ ഇട്ട് അടിച്ചെടുത്തിട്ട് കംപ്ലീറ്റ് അടിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മളിങ്ങനെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിക്കുന്നതിലും സുഖമായിട്ട് നമുക്ക് നീര് കിട്ടുക സ്ക്രാപ്പ് ചെയ്തെടുത്താലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ അടുത്തും സ്ക്രാപ്പർ ഇല്ലാത്ത ഒരവസ്ഥയായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ മിക്സിയുടെ ജാറ് എല്ലാവരുടെ അടുത്തും ഉണ്ടാവുമല്ലോ. ഇല്ലാത്തവർ ഞാൻ പറഞ്ഞല്ലോ ഇതിങ്ങനെ ചെറുകി എടുത്താലും മതി. അപ്പോൾ ഞാനിത് രണ്ടാമത്തെ ബാച്ചും കൂടിയും ഇതേപോലെ തന്നെ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് കംപ്ലീറ്റ് എടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ നീരെടുക്കാം. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, അടിഞ്ഞു കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു തുള്ളി വരെ വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. ഇതും കൂടി അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് നല്ലോണം ഇതിൻ്റെ നീര് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾ കോട്ടൻ്റെ ഒരു തുണി ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന അരിപ്പയുടെ ആ ഒരു അരിക്കുന്ന അരിപ്പുണ്ടല്ലോ, അത് വലിയ സൈസ് അല്ലാത്ത ചെറുങ്ങനെ നല്ല അടുപ്പിച്ചുള്ള അരിപ്പ് ഉപയോഗിക്കുക. അപ്പോഴും നമുക്ക് നീര് നല്ല സുഖമായിട്ട് കിട്ടും. ഇതുപോലെ ഇങ്ങനെ നല്ലോണം നെക്കി പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കണം. ഒരു പ്രാവശ്യം ഇങ്ങനെ നീരെടുക്കുമ്പോൾ നമ്മൾ എൻ്റെത് ചെറിയ അരിപ്പായതുകൊണ്ട് തന്നെ കുറച്ചെല്ലാം അതിൻ്റെ ഈ ബീട്രൂട്ട് ഉള്ളിലേക്ക് വീഴാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അവസാനം നമ്മൾ ഈ നീരിനെ ഒന്നും കൂടി ഒന്ന് അരിച്ചെടുത്താൽ ആ കംപ്ലീറ്റ് നല്ല നീരായിട്ട് തന്നെ കിട്ടും. പിന്നെ ഈ ഒരു ഓയിൽ നമ്മൾ തയ്യാറാക്കി വെച്ചാൽ നമുക്ക് പിന്നെയുള്ള ഞാൻ പറഞ്ഞല്ലോ മുഖം ഉൾപ്പെടെ ശരീരം മുഴുവനും നമുക്ക് നിറം വെക്കാനും സഹായിക്കുന്ന നല്ലൊരു ഓയിലാണിത്. അത് നമ്മൾ തേച്ച് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നിങ്ങൾ എടുക്കുന്ന ബീട്രൂട്ട് നല്ല ഫ്രഷ് ബീട്രൂട്ട്, അതായത് ഫ്രിഡ്ജിൽ വെക്കാത്ത ഫ്രഷ് ബീട്രൂട്ട് ആണെങ്കിൽ പിന്നെ നീര് ഇതിലും കൂടുതൽ നമുക്ക് കിട്ടും കേട്ടോ. നല്ല നീര് കിട്ടും. അതായത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയ ഉടനെ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് നീര് കിട്ടും. ഇപ്പോൾ ഞാനിത് നമ്മൾ ബീട്രൂട്ട് കംപ്ലീറ്റ് അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ ചെറിയ അരിപ്പായതുകൊണ്ട് തന്നെ കുറച്ചെല്ലാം ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ ആ നീരിൽ വീണിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും കൂടിയും ആ നീരിനെ മാത്രം ഒന്ന് അരിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ നമ്മളെ നീരിൽ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. ഇത് നമ്മളൊന്ന് കുറുക്കിയെടുക്കും. അപ്പോൾ നിങ്ങൾ വെള്ളമെല്ലാം ചേർത്തിട്ട് ഇത് അടിക്കുന്നതെങ്കിൽ ആ കുറുക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സമയം വേണ്ടി വരും. ഇതിൻ്റെ മെയിൻ ഒരു സമയം പോകുന്നൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ബീട്രൂട്ട് ജ്യൂസ് ഒന്ന് വറ്റിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് നമ്മുടെ നീര് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്നും കൂടി ഒന്ന് അരിപ്പയിൽ കൂടെ അരിച്ചിട്ട് അതിൻ്റെ ആ ഒരു അതിൽ വീണിട്ടുള്ള ആ ഒരു ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങളെല്ലാം ഒഴിവാക്കി എടുക്കുകയാണ്.
നിങ്ങൾ കോട്ടൻ്റെ തുണിയിലാണ് ഫസ്റ്റ് തന്നെ ഇങ്ങനെ നീരെടുക്കുന്നതെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൻ്റെ ആവശ്യം വരില്ല. നല്ലോണം തന്നെ നീര് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിതാ അതിൽ വീണിരിക്കുന്ന ആ ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങളിൽ ഒഴിവാക്കി നീര് മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞാൽ ഇത് മുഖത്ത് മാത്രം തേക്കുകയാണെങ്കിൽ ഒരു 15 ദിവസത്തേക്ക് ഉണ്ടാവും. ഇനി ഫുൾ ബോഡി തേക്കുകയാണെങ്കിൽ ഒരു 5 ദിവസമെല്ലാം മാത്രമേ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ബീട്രൂട്ട് എടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സ്റ്റെപ്പിലേക്ക് പോകാം. ഇതിനെ നമ്മളൊന്ന് കുറുക്കിയെടുക്കണം. ഇത് കുറുക്കിയെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ അതിലുള്ള വാട്ടർ കണ്ടൻ്റ് എല്ലാം കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കുക. അതിനുശേഷം വളരെ ലോ ഫ്ലെയിമിൽ നമ്മൾ പാൻ ഇട്ട് കൊടുക്കണം. പിന്നെ പാന് നന്നായി കഴുകിയെടുക്കണം, നല്ല സോപ്പിട്ടിട്ട് കഴുകിയെടുക്കണം. അതിൽ വേറെ നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. അപ്പം ഞാനിത് കഴുകി നല്ലോണം തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാൻ പാടില്ല. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ ഇത് പെട്ടെന്ന് തന്നെ അടിക്ക് പിടിച്ചു പോകും. കാരണം ഇത് ജസ്റ്റ് ഒന്ന് കുറുകി വരണം. അതായത് ആ ബീട്രൂട്ടിലുള്ള വാട്ടർ കണ്ടൻറ്റ് നമ്മൾ ഇല്ലാണ്ടാക്കണം. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, പക്ഷേ ബീട്രൂട്ടിലുള്ള ഒരു വെള്ളം നമുക്കൊന്ന് ഒഴിവായി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ കുറച്ച് കാലം സൂക്ഷിക്കുന്നതല്ലേ, അപ്പോൾ അതിലുള്ള വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇത് ഇതേപോലെ ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ ഇതൊന്ന് കുറുകി കിട്ടും കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ നല്ല കട്ടിക്കായിട്ട് വന്നിട്ടുണ്ട്. അതിൽ ആ ബീട്രൂട്ടിലുണ്ടായിരുന്ന ആ ഒരു വാട്ടർ കണ്ടൻ്റ് എല്ലാം പോയിട്ടുണ്ട്. നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാവും. പാനിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ ഇളകി വരും. ആ ഒരു സമയത്താണ് ഇത് റെഡി ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണ്ടേ. ഇനി ഈ ഒരു സമയത്ത്, അതായത് നമ്മളെ വെള്ളമെല്ലാം വെറ്റിയെന്ന് തോന്നുന്ന ഈ ഒരു സമയത്ത് ഇത് ഏകദേശം എത്ര ജ്യൂസ് ഉണ്ടെന്ന് നമ്മളൊന്ന് കണക്കാക്കി എടുക്കണം. ഇതിപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം മാത്രമേ എൻ്റെ അടുത്ത് ഈ ജ്യൂസ് ഉണ്ടാവും. ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. കോക്കനട്ട് ഓയിൽ, നല്ല കോക്കനട്ട് ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മൾ എടുത്തിരിക്കുന്ന ആ ബീട്രൂട്ട് ജ്യൂസിൻ്റെ സെയിം അളവിലാണ് കോക്കനട്ട് ഓയിലും ഒഴിച്ചു കൊടുക്കേണ്ടത്. അതായത് ബീട്രൂട്ട് ജ്യൂസ് നമ്മൾ പിഴിഞ്ഞെടുത്ത ബീട്രൂട്ട് ജ്യൂസിൻ്റെ കണക്കല്ല, നമ്മൾ ഈ പാനിൽ ആക്കിയെടുത്ത ഈ ഒരു ബീട്രൂട്ട് ഉണ്ടല്ലോ, ഇതിൻ്റെ കണക്ക് ഏകദേശം മനസ്സിലാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം ആ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായി മിക്സായി കിട്ടിയിട്ടില്ലെങ്കിൽ ബീട്രൂട്ട് വേറെ ഓയിൽ വേറിട്ട് നിൽക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം എടുത്തിട്ട് ഇത് നന്നായിട്ട് ആ ഓയിലും ബീട്രൂട്ടിനും നന്നായി മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് പണിയുള്ള കാര്യമാണ് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ വേറിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു പാന് ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ചൂടാറിയതിന് ശേഷം ഞാനിത് ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കുപ്പി എപ്പോഴും ഗ്ലാസിൻ്റെ കുപ്പിയിൽ വേണം സൂക്ഷിക്കുക. ഒരിക്കലും പ്ലാസ്റ്റിക് ബോട്ടിൽ സൂക്ഷിക്കരുത്. ഗ്ലാസിൻ്റെ ഒരു ബോട്ടിൽ, നല്ല എയർ ടൈറ്റുള്ള ബോട്ടിൽ എടുത്തതിന് ശേഷം അതിലേക്ക് ഇത് ഒഴിച്ച് സൂക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ കളർ തന്നെ നല്ല കളറാണ് കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നല്ലോണം ഇളക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് സൂക്ഷിക്കുക. ദിവസവും കുളിക്കുന്നതിന് മുന്നേ ഇതൊന്ന് ശരീരത്തിൽ തേച്ച് 10 മിനിറ്റ് പിടിപ്പിച്ചതിന് ശേഷം നിങ്ങൾ കുളിക്കുക. സോപ്പ് ഇട്ടിട്ട് കഴുകി കളയരുത്. വളരെ മൈൽഡായിട്ടുള്ള എന്തെങ്കിലും സോപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇത് അങ്ങനെ തന്നെ അങ്ങ് കഴുകിക്കളയാം, കംപ്ലീറ്റ് അങ്ങ് കഴുകിക്കളയാൻ പാടില്ല. ഇതിൻ്റെ ഒരു കളർ കണ്ടോ, നല്ല അടിപൊളി കളറാണ്. നല്ല പിങ്കിഷ് ഗ്ലോ ആണ് നമ്മുടെ മുഖത്ത് കിട്ടുക. അപ്പോൾ കുട്ടികൾക്കായാലും ഇത് ഉപയോഗിക്കുക, വലിയവർക്കായാലും ഇത് ഉപയോഗിക്കുക. ഇതേപോലെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും യൂസ് ചെയ്തിട്ട് നിങ്ങളെ റിസൾട്ട് ഉറപ്പായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അത്രയും നല്ലൊരു സാധനമാണിത്. ഇതിൽ മുന്നേ ഇതിൻ്റെ ഒരുപാട് ജ്യൂസും എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാം നല്ല എഫക്റ്റീവായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് തേച്ച് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് വെക്കണം. 10 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങളിത് കുളിക്കുമ്പോൾ കഴുകി കളയാൻ വേണ്ടിയിട്ട് പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സൂക്ഷിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.